കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലെ വായനകളെല്ലാം ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധ്യം അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. ഇതിനകത്ത് വളരെ മനോഹരമായ ഒരു ആത്മീയ രഹസ്യം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൻ്റെ സകല നന്മകളും അത് കാലാന്തരത്തിലാണ് അല്പാൽപമായിട്ട് ഒരാത്മാവിന് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിനെ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ്, കാലത്തിൻ്റെ പൂർണ്ണതയിൽ പിതാവായ ദൈവം പുത്രനിലൂടെ തന്നെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി. ഇന്നലകളിൽ ദൈവം, പഴയ നിയമത്തിലൊക്കെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തന്നെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി. അപ്പോൾ വെളിപാടിൻ്റെ പൂർണ്ണത യേശു ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. പക്ഷേ പിതാവായ ദൈവം തന്നെ തന്നെ ഇതിനു മുമ്പ് കാലഘട്ടങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രവാചകന്മാരിലൂടെയും പൂർവ്വപിതാക്കന്മാരിലൂടെയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ദൈവം തൻ്റെ സ്നേഹവും തൻ്റെ കരുണയും ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവിടെ ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്കിപ്പോൾ കഴിവില്ല, പിന്നീട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് ഈശോ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിച്ചു പോകുമ്പോൾ ഈശോ അപ്പസ്തോലന്മാരുടെ കാൽപാദങ്ങൾ കഴുകാനിരിക്കുക. പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാൽപാദം കഴുകരുത്. ഈശോ പറഞ്ഞു, ഞാനിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് നിനക്ക് ഇപ്പം മനസ്സിലാകില്ല, പിന്നീട് നിനക്ക് മനസ്സിലാകും എന്നാണ് ഈശോ പത്രോസിനോട് പറയുന്നത്. അപ്പോൾ ആത്മീയ രഹസ്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ആ സമയത്ത് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ അംഗീകരിക്കുമ്പോൾ തിന്മ പോലും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കുകയും ആ പരിപാലനയിൽ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ ഇന്ന് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന, ഇന്ന് കടന്നു പോകുന്ന ചില ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വല്ലാതെ ഭാരപ്പെടുക, അസ്വസ്ഥപ്പെടുകയല്ല ചെയ്യേണ്ടത്. എന്തിന് ദൈവം ഈ സഹനം, ഈ വേദന അനുഭവിച്ചെന്ന് കാലാന്തരത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പക്ഷെ അതുവരെ വിശ്വാസത്തിൽ കാത്തിരിക്കാനും ദൈവഹിതത്തോട് കീഴ്വഴങ്ങാനും നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും. എന്നെ കാണാൻ വന്നൊരു സഹോദരി ഇപ്പോഴും ഓർക്കുകയാണ്. 3 പെൺമക്കളാണ്, ജീവിത പങ്കാളി മരിച്ചു പോയതാണ്. അപ്പോൾ ഇവരെ പഠിപ്പിക്കാനും വലുതാക്കാനൊക്കെ ആയിട്ട് ഇവരുടെ വീടിന് കുറച്ച് സ്ഥലം ഉണ്ട്, അത് വിൽക്കാൻ വേണ്ടി കുറേ നോക്കി. ഒരു ഇൻറ്റീരിയർ ഏരിയ ആണ്, തൊട്ട് സൈഡിൽ കൂടി റെയിൽവേയും പോകുന്നുണ്ട്. അതുകൊണ്ട് ആരും ആ സ്ഥലം മേടിക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് കടം മേടിച്ചും കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ ഈ പിള്ളേരെ വളർത്തി വലുതാക്കി പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ റെയിൽവേ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ തന്നെ ഈ സ്ഥലം എടുക്കുന്നത്. അതായത് എക്സ്പെക്റ്റ് ചെയ്യാം, അന്ന് എന്തെങ്കിലും കിട്ടി കൊടുത്തേക്കാമെന്ന് വിചാരിച്ച സ്ഥലമാണ്. ഈ പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ പ്രായം എത്തി നിൽക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞെന്നു വെച്ചാൽ ഒരു കാശിനും ആരുടെ മുമ്പിലും തണ്ടേണ്ടി വന്നില്ല. കാരണം ആ സ്ഥലം എടുത്തു പോയത് ഇരട്ടി രൂപയ്ക്കാന്ന് പറഞ്ഞു. കോടിക്കണക്കിന് രൂപ കിട്ടി. ആലോചിച്ച് നോക്കിയേ.
ഒരു അന്ന് ആ സ്ഥലം ഒന്ന് വിൽക്കാൻ വേണ്ടി എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടെന്നറിയാവച്ചാ, എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാവോ വെച്ചാന്ന് വെച്ചാൽ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാവോ. പക്ഷെ നടന്നില്ല. അതെന്തുകൊണ്ട് നടന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. അന്ന് മനസ്സിലായില്ല. അന്ന് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, ഒന്നും ശരിയാകുന്നില്ലല്ലോ എന്നുള്ള മനോഭാരത്തിൽ കടന്നുപോയ ഈ സഹോദരി ഇപ്പൊ പറയണം, വർഷങ്ങൾക്ക് ഇപ്പുറം പറയുവാണ് എന്തുകൊണ്ട് ദൈവം അന്ന് അനുവദിച്ചില്ല എന്ന് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. ഇന്ന് കടന്നു പോകുന്ന ചില ജീവിതത്തിന്റെ സഹനങ്ങൾ, പ്രതിസന്ധികൾ, ജീവിതത്തെ, കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇതെന്താ എൻ്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ, ഇതെന്തുകൊണ്ട് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ എന്നൊക്കെ ആശങ്കപ്പെട്ട് ആകുലപ്പെട്ട് ആ വിഷയത്തെ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് എല്ലാം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ഹൃദയമുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ സമയത്തിന്റെ തികവിൽ ദൈവം ഇന്ന് അനുവദിച്ച അനുഭവങ്ങളെ അതിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന പറഞ്ഞത്. ഈശോ തന്റെ പീഡാസഹനത്തെക്കുറിച്ചോ കുരിശുമരണത്തെക്കുറിച്ച് കാൽവരിയിൽ പൂർത്തീകരിക്കപ്പെടേണ്ട രക്ഷാ പദ്ധതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇവർക്ക് ആർക്കും ശരിക്കും മനസ്സിലായില്ല. ഈ കൂടെ നടന്ന അപ്പസ്തോലന്മാർക്ക് ഇതൊന്നും പിടുത്തം കിട്ടിയില്ല. ഇതിനൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെയാണ് പത്രോസ് പറഞ്ഞത്. ഇതിനിടയ്ക്ക് വാളെടുത്ത് പത്രോസിലേക്ക് ഒരുത്തന്റെ ചെവി ഛേദിച്ച് കളയുന്നുണ്ട്. ഇത് ഇവർക്ക് പിടുത്തം കിട്ടുന്നില്ല. യേശുക്രിസ്തുവിന്റെ സഹനത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട രക്ഷാപദ്ധതിയെ കുറിച്ച് യേശു പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ഇവര് പെന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യേശുവാകുന്ന സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ആത്മാവ് ഇവരെ നയിച്ചു. ഒരു പരിചാരികയുടെ മുമ്പിൽ യേശുവാണെന്ന് ഏറ്റുപറയാൻ ഭയപ്പെട്ട പത്രോസ്ലീഹ ആത്മാവിന്റെ നിറവ് സ്വീകരിച്ചപ്പോൾ പുറത്തോട്ടിറങ്ങിയിട്ട് ഒരു പ്രസംഗം നടത്തി. ഈ ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. മറ്റൊരു നാമവും ഈ ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. ആത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട സത്യത്തിന്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് അപ്പസ്തോലന്മാർ പോലും നയിക്കപ്പെടുന്നത്. ഇവിടെ ഈശോ പറഞ്ഞ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. യോഹന്നാൻ 14:6 നാം വായിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ ദൈവവചനത്തിലൂടെയും പുത്രനായ യേശുക്രിസ്തുവിലൂടെയും നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്കിത് വെളിപ്പെടുത്തി തരുന്നത്. അതിന്റെ പൂർണ്ണതയിലേക്ക് ഈ രക്ഷാകര രഹസ്യത്തിന്റെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ, നമ്മുടെ രക്ഷയുടെ, നമ്മുടെ സ്വർഗപ്രാപ്തിയുടെ ഒക്കെ ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ ആത്മാവിനാൽ എന്നെ നയിക്കാനും ആത്മാവിന്റെ സ്വരം കേൾക്കാനും അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിതത്തെ നിരന്തരം ചലിപ്പിക്കാനും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിതത്തിന്റെ ഇന്നിന്റെ അനുഭവങ്ങളെല്ലാം സ്വീകരിക്കാനും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കൃപയ്ക്കായി ഈ ബലിയിലൂടെ യാചിക്കുകയും ചെയ്യാം. ആമേൻ.